കണ്ണിൻ തുമ്പത്തിൻ്റെ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ കാമിനി രൂപിണി കാമിനി രൂപിണി ശീലവതി കാമിനി രൂപിണി ശീലവതി മണി नैना है राधा कान्हा मुरारी मोहन प्यारे मुरली बजे नैना है राधा कान्हा मुरारी मोहन प्यारे मुरली बजे വിടർന്നുവോ നിൻമുഖം ചെമ്പകം പോലെ പടർന്നതോ സൗരഭം തിരഞ്ഞുവോ നിന്നെ ഞാൻ തെന്നലായി മെല്ലെ മലർന്നില താരകേ നാം ഒരേ കിനാക്കളായി പുണർന്നുവോ രാവിലെ തന്നെ എന്നെ കണി കാണിക്കാൻ വന്നാണോ? നൈനാ ഹെ രാധ എന്റെ ഇന്നത്തെ ഒരു ദിവസം നശിപ്പിക്കാൻ ഈ ഒറ്റ കാഴ്ച മതി. കാരെ മുരളി ഭജേ नैना है राधा कान्हा मुरारी मोहन प्यारे मुरली बजे സാർ 4 monthsന്റെ ഫയലല്ലേ സാറ് ചോദിച്ചത്? ആ. എല്ലാം ഇതിനുള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചേക്ക്. ഓക്കെ സാർ. ശരി. എക്സ്ക്യൂസ് മീ സാർ. യെസ്, കം ഇൻ. സാർ
നീ എന്താ ഇവിടെ പ്രതികാരം ചെയ്യാൻ വന്നാണോ? പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ നിന്നെയോ നീ ചെയ്ത പ്രവൃത്തിയോ ഞാൻ മറന്നിട്ടില്ല. കണക്ക് ചോദിക്കാനാണ് നിന്റെ വരവെങ്കിൽ പഴയ ഹരിയാവൻ എനിക്ക് മടിയൊന്നുമില്ല. സാർ സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും നീയും തമ്മിൽ കണ്ട നിമിഷങ്ങള് ഞാൻ വിശദീകരിച്ചു തരണോ? വേണോടാ? സാർ പ്ലീസ്, സാറിന് ആള് മാറിപ്പോയതാണ് സാർ. നിന്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായില്ല. സാർ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു സാർ. കുറച്ച് ദിവസം മുമ്പ് വരെ സാർ വർഷങ്ങളോളം ഞാൻ കോമ സ്റ്റേജിലായിരുന്നു സാർ. സാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല സാർ. സാർ സാറിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ നമ്പർ വേണമെങ്കിൽ തരാം. സാറൊന്ന് വിളിച്ചു നോക്കിയോ? നിനക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ കുടുംബം ഓർമ്മയില്ലേ? അച്ഛനെ അമ്മയെ ഓർമ്മയില്ലേ? ജനിച്ച നാട് ഓർമ്മയില്ലേ? ഇല്ല സാർ. ഞാനിപ്പോൾ ഹോസ്പിറ്റൽ ഓണർ നാരായണമൂർത്തിയുടെ കാരുണ്യത്തിൻ്റെ പേരിൽ അവിടെ കഴിയാണ് സാർ. എൻ്റെ അമ്മയച്ഛനെ ആരും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സാർ. സാർ സാറിനറിയോ എൻ്റെ നാട് എവിടെയാണെന്ന്? എൻ്റെ ബന്ധുക്കളാരെങ്കിലും സാറിനറിയോ സാർ? ഒന്നുകിൽ ഇവൻ പറയുന്ന സത്യം, അല്ലെങ്കിൽ ഇവൻ ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താനിരിക്കെ. താങ്ക് യു സാർ. താനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? സാർ ഞാനിപ്പോൾ MNT ടെക്നോളജിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലിയാണ് സാർ. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ സാർ. തൽക്കാലം ഡോർ ടു ഡോർ ഡെലിവറിയാ. സാറ് MNTയിലൊരു എൻക്വയറി നടത്തിയില്ലായിരുന്നോ? ഇല്ലല്ലോ. അയ്യോ ഉണ്ട് സാർ. കഴിഞ്ഞ മാസം 10-ാം തീയതി വാക്യൂം ക്ലീനറിന്റെ കാര്യത്തിന് വേണ്ടി ഒരു എൻക്വയറി നടത്തിയില്ലായിരുന്നോ? പിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടും സാർ റെസ്പോണ്ട് ചെയ്തില്ല. വിളിച്ചിരുന്നു. സാർ ഞാൻ വാക്യൂം ക്ലീനർ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. സാറിന് ഡെമോ ഓക്കെ ആണെങ്കിൽ അത് വാങ്ങാലോ സാർ. എൻ്റെ പൊന്ന് സാറേ, എൻ്റെ പഴയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പഴയ ജന്മം പോലെയാണ് സാർ. സാറേ അന്ന് ഞാൻ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സാറിനോട് മാപ്പ് അപേക്ഷിക്കാം. സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതിൻ്റെ പേരിൽ എന്നെ സാർ ശത്രുവായിട്ട് കാണരുത്. ഇവനിൽ ആ പഴയ ക്രിമിനൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോന്ന് അറിഞ്ഞേ പറ്റൂ. എന്താ നിങ്ങളുടെ വാക്യൂം ക്ലീനറിന്റെ പ്രത്യേകത? സാർ വളരെ സൂക്ഷ്മമായ പൊടി പോലെ ഇത് വലിച്ചെടുക്കും സാർ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു 4 year വാറന്റി കൂടെ തരുന്നുണ്ട് സാർ, റീപ്ലേസ്മെന്റ് ഉൾപ്പെടെ. എന്തും വലിച്ചെടുക്കോ? ആ എന്തും വലിച്ചെടുക്കും സാർ. അപ്പൊ ഈ കിണറ്റിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ കുട്ടികൾ എന്തെങ്കിലും വിഴുങ്ങിയ അത് ഈ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ പറ്റുമോ?
സാറേ സത്യത്തിൽ എനിക്കിപ്പോൾ ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം ഞാനിതിനെ ഇറങ്ങി തിരിച്ചാണ് സാർ. സാറിപ്പം എന്നെ കളിയാക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സാറിന് ഈ പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? വരട്ടെ, നോക്കാം. കല്യാണി, കം ഹിയർ. വരൂ. ഇതാരെ നോട്ട് എഴുതിയത്? ഞാനാ. ഇതെഴുതിയതാരാ? അത് ഞാനാ. എന്തിനാ കുട്ടി കള്ളം പറയുന്നേ? ഈ കയ്യക്ഷരം കല്യാണിയുടേതല്ല. ആരെ എഴുതി തന്നെന്ന് മര്യാദയ്ക്ക് പറ. കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ക്ലാസ്സിൽ കള്ളത്തരം കാണിച്ച എന്താ ശിക്ഷ എന്നറിയാലോ? എനിക്ക് സുഖമില്ലാത്തോണ്ട് അച്ഛൻ എഴുതി തന്നതാ. ഞാൻ ഇന്ന് അച്ഛനോട് തന്നെ ചോദിക്കട്ടെ, അച്ഛനാണോ മകളാണോ പഠിക്കാൻ വരുന്നേന്ന്. അച്ഛനെ വിളിക്കണ്ട. അവിടെ പോയിരിക്കെ. വിളിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ചെല്ല്. സാർ, തനിക്ക് ഇത്ര തിരക്കുണ്ടെങ്കിലേ താൻ പൊയ്ക്കോ. എനിക്കൊന്ന് ബാത്റൂം വരെ പോണം. അയ്യോ, ഞാൻ വെയിറ്റ് ചെയ്യാം സാർ. ഇവന്റെ ഉള്ളില് പഴയ മൃഗം ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കണം. ഇവൻ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ.
നിങ്ങൾ എന്ത് പണിയാ മിസ്റ്റർ കാണിച്ചിരിക്കുന്നത്? ഹലോ, ഇതാരെയും സംസാരിക്കുന്നത്? ഈ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ. ആരുടേതാ? ഹലോ, ഇതാരാ? ഹലോ ഹലോ, ഇതാരാ? തന്നോടാരാ എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്? സോറി സർ. ഹലോ, ഞാൻ പത്മയാ. എന്താ ടീച്ചർ? കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്ക് ഇടുന്നത് അവരത് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയാ, അല്ലാതെ അച്ഛന്മാർക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ നോട്ട്സ് എഴുതിയിരിക്കുന്നത് നിങ്ങളാണോ? സോറി, ഇന്നലെ അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. കുട്ടിക്ക് സുഖമില്ലെങ്കിൽ സുഖമില്ല എന്ന് ക്ലാസ്സിൽ അറിയിക്കണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. അല്ല, ഞാൻ ഫോൺ ചെയ്തപ്പോ നിങ്ങൾ എന്തിനാ ശബ്ദം മാറ്റിയത്? സോറി, അത് പിന്നെ ഞാനല്ല മറ്റൊരാളാ ഫോൺ എടുത്തത്. അയാളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. നിങ്ങളെപ്പോലുള്ളവരുടെ കൂട്ടത്തില് ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഉണ്ടാവും. ഞാനിതൊന്നും മനസ്സിലാവുന്ന കൂട്ടത്തിലല്ല. കുട്ടിയുടെ ഹോംവർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇക്കാര്യത്തിന് വേണ്ടി ഇനി എനിക്ക് വിളിക്കേണ്ടി വരരുത്. ഓക്കെ? ഐ എം റിയലി സോറി സർ. ഞാൻ പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്ത് പോയതാ സാർ. സാർ, അതെൻ്റെ പേരിൽ എന്നെ ഇറക്കി വിടരുത് സാർ. പ്രൊഡക്റ്റ് വേണ്ടാന്നും പറയരുത് സാർ. പ്ലീസ് സാർ. ഓക്കെ, താനൊരു സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. പക്ഷെ ഇതുപോലെ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ ഇത് ആവർത്തിക്കാൻ നിൽക്കരുത്. ഇല്ല സാർ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. സാറിൻ്റെ വീട്ടിൽ നിന്നാണോ വിളിച്ചത്? അല്ല, ഞാൻ കാരണം വല്ല ഫാമിലി പ്രോബ്ലം ഉണ്ടായാലോ എന്ന് ഒരു... വീട്ടിൽ നിന്നൊന്നുമല്ല, അയൽവക്കത്തൊരു ശല്യക്കാരി ടീച്ചറുണ്ട്, ഒരു പത്മ. അവരെ വിളിച്ചത്. പത്മ ഒരഹങ്കാരിയ. താനൊരു കാര്യം ചെയ്യ. വാക്യൂം ക്ലീനർ ഞാൻ വാങ്ങുന്നത് വീട്ടിലേക്കാ. ഞാൻ എൻ്റെ കാർഡ് തരാം. വിളിച്ചിട്ട് നാളെ വീട്ടിലേക്ക് വന്നാൽ മതി. അവിടെ ആകുമ്പോൾ ഡെമോ കണ്ട് തീരുമാനിക്കാമല്ലോ. ഓക്കെ സാർ. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? സാർ, ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും സാറിൻ്റെ സ്റ്റാഫിനൊക്കെ ഒന്ന് ശുപാർശ ചെയ്യണേ. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം. നോക്കാം. താൻ പോയിട്ട് നാളെ വാ. താങ്ക് യു സാർ. കണ്ട രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നാളെ വരട്ടെ. ഇയാൾ പറഞ്ഞ് ഡോക്ടറെ ഒന്ന് വിളിക്കണം. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ.